സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നടപടികൾ ജേക്കബ് തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫയർഫോഴ്സ് ഡിജിപി സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്ന് മുഖ്യമന്ത്രി. നിരവധി പരാതികൾ ജേക്കബ് തോമസിനെതിരെ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് മന്ത്രിസഭ അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ മന്ത്രി മഞ്ഞളാംകുഴി അലിക്കും രമേശ് ചെന്നിത്തലയ്ക്കും പ്രത്യേകമായി ഒരു പങ്കുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീ ജേക്കബ് തോമസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലിയെയും കുറ്റക്കാരാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അവർക്കത് യാതൊരു പങ്കുമില്ല. അവർക്ക് രണ്ടുപേർക്കും പങ്കില്ല. ഇത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. നിരവധി പരാതികൾ ശ്രീ ജേക്കബ് തോമസിനെ കുറിച്ച് വന്നു. മാധ്യമങ്ങളിൽ പല വാർത്തകൾ വന്നു. പല കാര്യത്തിനും ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായി. താമരശ്ശേരി വയനാട് ചുരത്തിൽ മരം വീണ് റോഡ് ട്രാഫിക് ബ്ലോക്കായി. വിളിച്ചപ്പം 3 ഫയർ ഓഫീസുകളിൽ വിളിച്ചു എന്നാണ് പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. മരം മുറിക്കൽ അഗ്നിശമന സേനയുടെ പണിയല്ല എന്ന് പറഞ്ഞ് മറുപടി കിട്ടി. ഈ സർക്കുലറിന്റെ പേരില്ല. പത്തനംതിട്ട കഴിഞ്ഞ 6-ാം തീയതി മണ്ണാരക്കുളഞ്ഞിയിൽ മരം വീണ് ഗതാഗതം മുടങ്ങിയപ്പോഴും അഗ്നിശമന സേന വന്നില്ല. ഇതിന് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അഗ്നിശമന സേനയുടെ തലവനായിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഗവൺമെന്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റും, യാതൊരു സംശയവും വേണ്ട. അതിന് ആഭ്യന്തരമന്ത്രിയെയും നഗരവികസനകാര്യ മന്ത്രിയെയും ഒന്നും അങ്ങനെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് ക്യാബിനറ്റിൽ വന്ന് ചർച്ച ചെയ്ത് മാറ്റേണ്ട ഒരു തീരുമാനമല്ല. എന്നിട്ടും ക്യാബിനറ്റിൽ ചർച്ച ചെയ്തു. അതിലാരെങ്കിലും പ്രത്യേകം ഒരു ഉത്തരവാദി ഉണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ ഉത്തരവാദി.